ഏഷ്യയിലെ തന്നെ ഏറ്റവും വ്യവസ്ഥാപിതമായ മതപഠന ശൃംഖലയാണ് കേരളത്തിലെ മദ്രസ സംവിധാനം. നാട്ടിൻപുറമെന്നോ നഗരമേഖലകളെന്നോ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ മുക്കുമൂലകളിലും ഒരു മദ്രസയെങ്കിലും കാണും. മതപാഠശാലകളെന്ന നിലയിൽ കേവലം ഒരു മതവിഭാഗത്തിന്റെ ആഭ്യന്തരകാര്യം മാത്രമാണ് മദ്രസകളെന്ന് കേരളീയ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളെന്നതിനേക്കാൾ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളെന്ന നിലയിലാണ് കേരളീയ പൊതുമണ്ഡലത്തിൽ മദ്രസകളുടെ സ്ഥാനം. അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ മദ്രസകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സംസ്ഥാനത്ത് 15,000-ഓളം മദ്രസകളുണ്ടെന്നാണ് കണക്ക്. 11 ലക്ഷത്തോളം കുട്ടികളാണ് ഈ മദ്രസകളിൽ പഠിക്കുന്നത്. 4 വയസ്സു മുതൽ തന്നെ മതപഠനം തുടങ്ങും. ഒരർത്ഥത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനും 1 വർഷം മുമ്പേ കുട്ടികൾ മദ്രസകളിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നു. അതുകൊണ്ടുതന്നെ സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ മദ്രസകൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. 1 ലക്ഷത്തോളം അധ്യാപകരാണ് സംസ്ഥാനത്തെ മദ്രസകളിൽ ജോലി ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബ പശ്ചാത്തലമുള്ളവർ. മദ്രസകളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളമാണ് ഇവരുടെ ഏക വരുമാനം. കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മാതൃകാപരമായി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മദ്രസ പ്രസ്ഥാനം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അതിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ്. അതിനു വളരെ കൂടുതലായി പ്രയത്നിക്കുന്നത്, വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നത് മദ്രസ മുഅല്ലിങ്ങളാണ്, മദ്രസ അധ്യാപകരാണ്. വളരെ തുച്ഛമായ വേതനമാണ് ഇന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നു ജീവിച്ചു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. എല്ലാത്തിനും വില കൂടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സന്ദർഭമായതുകൊണ്ട് അവരുടെ വേതന വ്യവസ്ഥിതി ഒന്നുകൂടെ മാനേജ്മെന്റുകളും രക്ഷിതാക്കളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഒരു മദ്രസാധ്യാപകന് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയില്ല. 5,000 രൂപയാണ് ഒരു മദ്രസാധ്യാപകന് ലഭിക്കുന്ന പരമാവധി ശമ്പളം. ഈ മേഖലയിൽ 30 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ളവർക്ക് പോലും ഈ ശമ്പളം തന്നെയാണ് കിട്ടുന്നതും. മദ്രസകളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ പുരോഗതിക്ക് ആനുപാതികമായി മദ്രസാധ്യാപകരുടെ ശമ്പളം വർദ്ധിച്ചിട്ടില്ല. മതപരമായ ഒരു ബാധ്യതയെന്ന നിലയിൽ കൂടി ഈ ജോലിയെ കാണുന്നത് കൊണ്ട് തന്നെ ശമ്പള വർധനയ്ക്ക് വേണ്ടി വിലപേശാനൊന്നും മദ്രസാധ്യാപകർ തയ്യാറാകുന്നുമില്ല. മറ്റെല്ലാ തൊഴിലുകളെയും മറ്റും അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ശമ്പളമാണ് ഉള്ളത്. എങ്കിലും ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു മതപരമായ സ്ഥാപനത്തിന്റെ പുരോഗതി കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ആത്മാർത്ഥമായ പ്രവർത്തനം എന്നുള്ളവർക്ക് മാത്രം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇതിന്റെ ശമ്പളം കൊണ്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ഒന്നും ആവുന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല. സംസ്ഥാനത്തെ മദ്രസ സംവിധാനത്തിന് അരനൂറ്റാണ്ടുകാലത്തെ പഴക്കമുണ്ട്. പഴയ പള്ളി ദർസുകളാണ് മദ്രസകളായി വികാസം പ്രാപിച്ചത്. പള്ളി ദർസുകളിലും ആദ്യകാല മദ്രസകളിലും ഉസ്താദുമാർക്ക് കൃത്യമായ ശമ്പളം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ജോലി എന്നതിനേക്കാൾ മതപരമായ ഒരു ബാധ്യത എന്ന നിലയിലായിരുന്നു അന്ന് മതാധ്യാപനത്തെ ഉസ്താദുമാർ കണ്ടത്. ശമ്പളമായല്ലെങ്കിലും വിശ്വാസികളിൽ നിന്ന് ജീവിക്കാനാവശ്യമായ തുക ദാനമായി ഈ മതാധ്യാപകർക്ക് കിട്ടിയിരുന്നു. മാത്രമല്ല, അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ പള്ളി ദർസുകൾ നയിച്ചിരുന്ന ഉസ്താദുമാർക്ക് വലിയ സാമൂഹ്യ പദവിയായിരുന്നു ലഭിച്ചതും. അതുകൊണ്ടുതന്നെ വലിയ പ്രാരാബ്ധങ്ങളില്ലാതെയാണ് അന്നത്തെ മതാധ്യാപകർ തങ്ങളുടെ ജീവിതം നയിച്ചത്. പിന്നീട് മദ്രസ സംവിധാനം വിപുലമായി. സ്വഭാവം നന്നാക്കുക എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. സ്വഭാവം നന്നാക്കിയാൽ നമുക്ക് ലോകത്തും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അധ്യാപകരുടെ എണ്ണം 1000-ങ്ങളിൽ നിന്ന് 10,000-ങ്ങളായി ഉയർന്നു. സാമൂഹ്യ ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നു. പഴയകാല പള്ളി ദർസുകളിൽ നിന്ന് മതപഠനത്തിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസം നേടിയവരല്ല ഇന്നത്തെ മദ്രസാധ്യാപകർ. പലരും മതഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉന്നത ബിരുദം നേടിയവർ. പക്ഷേ ഇവരുടെ സേവനത്തിനും
ബൗദ്ധിക നിലവാരത്തിനും ആനുപാതികമായ പ്രതിഫലം ലഭിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം മതത്തെ അറിയുക എന്നുള്ളത് ഒരു സംസ്കാരത്തെ അറിയുക എന്നുള്ളത് കൂടിയാണ്. പക്ഷെ അവിടെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് അവിടുത്തെ മദ്രസ അധ്യാപകരെ കുറിച്ചാണ്. കാരണം ഇത് ചലിപ്പിക്കുന്നത് മദ്രസ അധ്യാപകരാണ്. ഏകദേശം ലക്ഷത്തിലധികം വരുന്ന അധ്യാപകർ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു അധ്യാപക മേഖലകളിൽ ഏറ്റവും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് മദ്രസ അധ്യാപകർ. കാരണം അവർ കുറഞ്ഞ വേതനം മാത്രം അവർ കൈപ്പറ്റുന്നു, കൂടുതൽ ജോലിയും അവർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത്തരം മദ്രസ അധ്യാപകരെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. മതാധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന അഭിപ്രായം മതനേതൃത്വങ്ങൾക്ക് തന്നെയുണ്ട്. വലിയൊരു വിഭാഗം കുഞ്ഞുങ്ങളുടെ പ്രാഥമിക പാഠശാലകൾ എന്ന നിലയിൽ മദ്രസ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാനുള്ള നീക്കം സർക്കാരുകളും തുടങ്ങിയിട്ടുണ്ട്. ഈ പരിഷ്കരണ നീക്കങ്ങൾ മദ്രസാധ്യാപകരുടെ ജീവിത നിലവാരം കൂടി ഉയർത്തുന്ന രീതിയിലാകുമെന്ന പ്രതീക്ഷയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുള്ളത്.